എല്ലാവർക്കും നമസ്കാരം. പുതുവത്സരാശംസകൾ. 2025 ഗ്രഹഗോചരത്താൽ 12 രാശിജാതരും അനുഭവിക്കേണ്ട ഫലങ്ങളെപ്പറ്റിയെല്ലാം ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ അതിൽ ഈ ഓരോ രാശിജാതർക്കും അനുഭവിക്കേണ്ടി വരുന്ന ദോഷഫലങ്ങളെപ്പറ്റിയും അവയ്ക്ക് വേണ്ട പരിഹാരങ്ങളെപ്പറ്റിയും വിശദമായി ചർച്ച ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇനിയുള്ള വീഡിയോകളിൽ ഓരോ രാശിജാതർക്കും പ്രത്യേകമായിട്ട് വരുന്ന ദോഷങ്ങളെപ്പറ്റിയും അവർ എടുക്കേണ്ട പരിഹാരങ്ങളെപ്പറ്റിയുമൊക്കെ വിശദമായി തന്നെ ഇനിയുള്ള വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനമാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു വീഡിയോകൾ ചെയ്യുവാനായിട്ട് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ മേടം രാശിജാതർ, അതായത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം തുടങ്ങിയ നക്ഷത്രങ്ങളിൽ ജനിച്ച മേടം രാശിജാതർക്ക് 2025 ഏത് വിധം ആണ് അവരുടെ ഗ്രഹഗോചരമെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതാണ്. അതായത് 2025 അവർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി തുടർന്ന് രാശി മാറ്റത്തിലൂടെ അവർക്കുണ്ടാകാവുന്ന ചില ദോഷഫല അനുഭവങ്ങൾക്ക് എന്തെല്ലാം മുൻകരുതലുകൾ ജീവിതത്തിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ളതും, അതുപോലെ രാശിമാറ്റത്തിന് ശേഷം അവരേതെല്ലാം രീതിയിലാണ് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതെന്നുമൊക്കെ ദോഷപരിഹാരങ്ങളും ഒക്കെ പറഞ്ഞ് തരുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. 2025 വർഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശനിയുടെ പകർച്ചയുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് മാർച്ച് 29 മീനമാസം 15-ാം തീയതി രാത്രി 10:39 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രാശിമാറ്റം മേടം രാശിജാതർക്ക് ഇതുവരെ ലാഭത്തിൽ നിന്നുകൊണ്ട് ശുഭഫലം ചെയ്തുകൊണ്ടിരുന്ന ശനിയാണ് 12-ലോട്ട് വന്ന് 7-ാം ശനിയുടെ തുടക്കമിടുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തത് ഈ വർഷമുള്ളത് മെയ് 14 മേടമാസം 31 രാത്രി 10:07 ഗുരു എടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. വ്യാഴം 2025 മെയ് 14 വരെയും മേടക്കൂറുകാർക്ക് ധനഭാവമായ 2-ൽ നിന്നുകൊണ്ട് ശുഭഫലം പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ അതിനുശേഷം ഇത് 3-ലേക്ക് രാശി മാറും. അപ്പോൾ 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് പറയുന്നത്. അതിനാൽ മേടം രാശിജാതർക്ക് ഈ വ്യാഴമാറ്റം അനുകൂലമാവില്ല. വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മെയ് 18 അതായത് ഇടവം 4 രാത്രി 9:30 രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേതു അന്ന് കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതായത് മേടം രാശിജാതരെ സംബന്ധിച്ചിടത്തോളം രാഹു വ്യയസ്ഥാനത്ത് നിന്നുകൊണ്ട് ചില ചിലവുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് 2025 മെയ് 19 വരെയും. എന്നാൽ വ്യാഴം അനുകൂലമായതുകൊണ്ട് അതത്ര ഗുരുതരമായിട്ട് നമുക്ക് തോന്നുകയില്ല എങ്കിൽ പോലും ചിലവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇനിയിപ്പോൾ ഈ രാഹു മെയ് 19 11-ാം ഭാവത്തിലോട്ട്, അതായത് ലാഭസ്ഥാനത്തോട്ടാണ് മാറുന്നത്. അത് അനുകൂലമായിട്ട് വരും. കൂടാതെ വ്യാഴം അനുകൂലമല്ലാതെ 3-ലോട്ട് മാറുന്നു. അപ്പോൾ ഈ രാഹു 11-ൽ മാറുന്നത് എന്തുകൊണ്ടും മേടം രാശിജാതകർക്ക് ഗുണകരമാണ്. എന്നാൽ ഈ രാഹുവിൻ്റെ ആക്സിസ് മാറുന്നതിനോടൊപ്പം കേതു 6-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലോട്ട് വരുന്നു. അതായത് ചിങ്ങം രാശിയിലോട്ടാണ് കേതു വരുന്നത്. ഈ ചിങ്ങം രാശി എന്ന് പറയുന്നത് കലാങ്കാനി എന്ന ഹോരാവചനപ്രകാരം ഉദരത്തെ ചിന്തിക്കുന്ന രാശിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേതു അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ മേടം രാശിജാതർക്ക് ചില ഉദര സംബന്ധമായ ചില ക്ലേശങ്ങളൊക്കെ അധികരിക്കുന്ന സമയമാണ്. അതുമല്ല, കേതു 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾക്കുണ്ടായേക്കാവുന്ന ചില അരിഷ്ടതകളെയും ചില മനപ്രയാസങ്ങളും ചിന്തിക്കേണ്ടി വരും. അതിനാൽ കേതു പ്രീതി വരുത്തിക്കൊള്ളണം. അതായത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ദുർഗാ പ്രീതി വരുത്തുന്നതും നല്ലത് തന്നെ. അതായത് മേടം രാശിജാതർക്ക് ഏപ്രിൽ വരെയും ശനി അനുകൂലമാണ്. പിന്നീട് അങ്ങോട്ട് 7-ാം ശനിയുടെ തുടക്കവുമാണ്. എന്നാൽ മെയ് 14 വരെ
വ്യാഴം അനുകൂലമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ കണ്ടുകൊള്ളുന്നത് നല്ലത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഏഴാണ്ട ശനിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ 2 വട്ടം ആലോചിച്ച് വേണം അവർ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ. അപ്പോൾ 2025 ചിന്തിക്കുമ്പോൾ ഇങ്ങനെ 2 രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കുവാൻ. അതായത് ഗ്രഹങ്ങൾ രാശി മാറ്റുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ രാശി മാറ്റത്തിന് ശേഷം ഉള്ള ഗ്രഹഗോചരം കൊണ്ടുള്ള അനുഭവങ്ങളും വേണം ചിന്തിക്കുവാൻ. ഇപ്പോൾ മേടൻ രാശി ജാതകരെ സംബന്ധിച്ചിടത്തോളം 2025 ഏപ്രിൽ മുതൽ ശനി രാശി മാറുന്നത് വ്യയസ്ഥാനത്തേക്കാണ്. അതായത് നമ്മുടെ ചിലവുകളൊക്കെ അധികരിക്കാനുള്ള സാധ്യതയാണ്. പല രീതിയിലും ക്ലേശാനുഭവങ്ങളും എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഈ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം ജനിച്ച ഈ മേടം രാശി ജാതകർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. എന്തെന്നാൽ ഇവർ കഴിവതും രാത്രി യാത്രകൾ ഒഴിവാക്കണം. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഓരോ യൂട്യൂബേഴ്സിനോടും പറയുന്നത് ഇങ്ങനെയുള്ള വാഹന അപകടങ്ങളെ പറ്റിയൊക്കെ ഒന്ന് എല്ലാവരും ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ഒന്നാമത് നമുക്ക് ശനി 12-ൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി യാത്രകൾ വളരെ കരുതലോടുകൂടി മാത്രം ചെയ്യുക. രാത്രിയിൽ നമ്മൾ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു ഉറക്കമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കഴിവതും രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക. 2.5 വർഷമാണ് ഈ 12-ൽ ശനി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ പൂർണ്ണമായിട്ടും ഈ രാത്രി യാത്രകളൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. ചിലപ്പോൾ അത്യാവശ്യങ്ങളായിട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. കഴിവതും ആവശ്യത്തിനുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ വണ്ടി ഓടിക്കാവൂ. നല്ലപോലെ വാഹനം ഓടിക്കാൻ അറിയാവുന്ന ആരുടെയെങ്കിലും സഹായം കൂടെ നമ്മൾ തേടണം. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. ട്രാഫിക് നിയമങ്ങൾ പരിപൂർണമായിട്ടും പാലിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി വേണം രാത്രി യാത്രകളിൽ കരുതലോടെ വേണം ചെയ്യുവാൻ. മറ്റൊരു കഥ എനിക്ക് പറയാനുള്ളത്, ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതൊക്കെ ഒരു അറിവാണ്. ശനി ആദിത്യൻ്റെ പുത്രനാണല്ലോ. ഈ ശനിക്ക് പകൽ നേരത്ത് ആദിത്യ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ഉള്ളതിനാൽ ശനി കൂടുതൽ ആളുകളെ ഉപദ്രവിക്കില്ല മനഃപൂർവ്വം എന്നാണ് പറയുന്നത്. കാരണം ഈ ആദിത്യനെ ശനിക്ക് പിതാവാണല്ലോ. അപ്പോൾ തന്നെ ഒരു ബഹുമാനവും ഒരു ഭയവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദിത്യൻ ബലവാനായിട്ട് നിൽക്കുന്ന ഈ പകൽ നേരത്ത് ശനി കൂടുതൽ ഉപദ്രവിക്കില്ല. ശനി മനഃപൂർവ്വമല്ല ഉപദ്രവിക്കുന്നത്, അലസതയും മടിയും ഉള്ളവരെയൊക്കെയാണ് ശനി ഉപദ്രവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അലസതയും മടിയുമൊക്കെ മാറ്റി വെച്ച് വേണം പെരുമാറുവാൻ. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ശനി ഉപദ്രവിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞും വായിച്ചുമൊക്കെ കേട്ട അറിവാണ്. ഇങ്ങനെ ശനി രാത്രിയിൽ കൂടുതലായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ അധികരിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുവാൻ പറയുന്നത്. എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ അതായത് അത്യാവശ്യം ഒരു യാത്രയൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മളൊരു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു യാത്രകളൊക്കെ ചെയ്താൽ കഴിവതും നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടാം. വളരെ സൂക്ഷിച്ചും കണ്ടും വേണം. ക്ഷണിക്കപ്പെടാതെ ഈ വരുന്ന ഉറക്കം വില്ലനാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടി ഓടിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി വണ്ടി ഓടിക്കുക. ശനീശ്വര പ്രീതിയെ വളരെ ഉണ്ടാക്കിക്കൊണ്ട് വേണം അവരെന്ത് കാര്യങ്ങൾക്കും തുടക്കമിടുവാനും. അപ്പോൾ അത് ചില ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ അവർ വളരെ ആലോചിച്ച് വേണം. അതിനു മുമ്പ് തന്നെ അവർ ഒരു നല്ലൊരു സ്ഥാനത്ത് എത്തപ്പെടുവാൻ നോക്കണം. അഥവാ ഇല്ലെങ്കിൽ ജോലി മാറ്റമൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. അങ്ങനെയൊരു എന്തിനും വ്യാഴപ്രീതിയും ഒക്കെ വരുത്തിക്കൊള്ളണം. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് മനസ്സിലാക്കണം. ശനിയാണെന്നും പറഞ്ഞ് നമ്മളൊരു കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതില്ല. ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ തുടക്കമിടുവാനും തുടർന്നു പോകുവാനും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ കാക്കയ്ക്ക് അന്നം കൊടുക്കുക, സാധുക്കൾക്ക് അന്നദാനം നടത്തുക,
സത്പ്രവൃത്തികൾ ചെയ്യുക. അതുപോലെ തന്നെ ശബരിമല ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ നന്നായിരിക്കും. ഇതിന് വേണ്ട ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ എങ്ങനെയെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രീതിയും അത്യാവശ്യമാണ്. വ്യാഴപ്രീതിക്ക് മഹാവിഷ്ണു ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ വ്യാഴാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഏറ്റവും അനുകൂലമാണ്. സത്പ്രവൃത്തികൾ ചെയ്യുന്നതും സത്സംഭാഷണങ്ങളായിരിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. വാഗ്വാദങ്ങളിലും ഒന്നും ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. കലഹ സാധ്യതയുള്ളിടത്തു നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടത്. അതുപോലെ മേടക്കൂറുകാർക്ക് നമ്മളിങ്ങനെയൊക്കെ രാശിഫലങ്ങൾ പറയുകയെങ്കിലും ഇവരെ എല്ലാവരെയും ഒരേ രീതിയിലല്ല ഈ ഒരു ഗ്രഹമാറ്റവും ഒക്കെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ വ്യാഴം അനുകൂലമെന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ജനിച്ചപ്പോൾ ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണോ ജാതകത്തിൽ നിൽക്കുന്നത്, അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അനുകൂലമായിട്ടാണെങ്കിലാണ് ഈ ഗ്രഹത്തിൻ്റെ ശുഭഫലം ശരിക്കും ചാരവശാൽ നിൽക്കുമ്പോൾ ആ ശുഭഫലം ആർജിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജാതകത്തിൽ എങ്ങനെയാണോ അപ്പോൾ നടക്കുന്ന ദശാകാലവും അപഹാരകാലവും ഈ നിൽക്കുന്ന വ്യാഴവുമൊക്കെ ശുഭമായിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചാരവശാലുള്ള ശുഭഫലങ്ങൾക്ക് പൂർണ്ണമായ ഒരു അനുഭവം ലഭിക്കൂ എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വലിയ ദശാകാലമൊക്കെ വളരെ കഠിനമായ ദശാകാലവും അപഹാരമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ വ്യാഴം ചാരവശാൽ അനുകൂലമായെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളതും ഉണ്ട്. ശനിയും അതുപോലെ തന്നെ. ശനി ജാതകത്തിൽ ശുഭഫലമായിട്ടൊക്കെയാണ് യോഗത്തോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനി അനുകൂലമല്ലെങ്കിൽ, ചാരവശാൽ അനുകൂലമല്ലെങ്കിൽ പോലും നമ്മളെ അത്ര തന്നെ എഫക്റ്റ് ചെയ്യുകയുമില്ല. അപ്പോൾ നമുക്ക് ചില അത്യാവശ്യം പൂജകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്താൽ ശനി ദോഷം ഒരുപാടൊന്നും ഏൽക്കുകയില്ല എന്നും മനസ്സിലാക്കണം. അതല്ല, ശനി ജാതകത്തിലും ദോഷമാണ്, അതുപോലെ തന്നെ ദശാവഹാര കാലങ്ങളും ദോഷമുള്ളതാണ് ഒക്കെ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശനി അനുകൂലമല്ലെങ്കിൽ, ചാരവശാൽ അനുകൂലമല്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ജാതകനെ ബാധിക്കും. അപ്പോൾ നമ്മളുടെ ഏറ്റവും ശനീശ്വര പ്രീതികരമായൊക്കെ കർമ്മങ്ങൾക്കൊക്കെ കൂടുതൽ ശക്തി കൊടുക്കണം. ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുക, ശാസ്താക്ഷേത്രങ്ങൾ ദർശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ, നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക, ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. ഏഴാണ്ട ശനി വരുന്നു എന്ന് കരുതി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം മുമ്പോട്ട് പോവുക തന്നെ വേണം. കാരണം 7.5 വർഷമാണല്ലോ ഇങ്ങനെ ഏഴാണ്ട ശനി അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്പം വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം ആലോചിക്കുന്നതിനോ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഈ ഏഴാണ്ട ശനി വരുത്തുകയില്ല. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സാവധാനം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടും ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും വിഘ്ന നിവാരണത്തിന് ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ വേണം. നമ്മൾ കാര്യങ്ങൾ വിവേകപൂർവം തീരുമാനങ്ങളിലെത്തണം എന്നുള്ളതാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത്. മറ്റ് ഗ്രഹങ്ങൾ, അതായത് ആദിത്യ കുജന്മാർ, ബുധ ശുക്രന്മാർ, ചന്ദ്രൻ, ഇങ്ങനെ ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനവും മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇതിൽ നമുക്കറിയാം, ആദിത്യൻ 1 മാസവും അതുപോലെ കുജൻ 45 ദിവസവും ബുധശുക്രന്മാർ ഒരു മാസവും ഒക്കെയാണ് ഓരോ രാശിയിലും സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനാണെങ്കിലോ വെറും 2.5 ദിവസം കൊണ്ടാണ് രാശി മാറുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഫലം പറയുക എന്നുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. മാസഫലം പറയുമ്പോഴൊക്കെയാണ് ഇത് കൂടുതൽ സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുന്നത്. ചന്ദ്രനെ കൊണ്ടാണെങ്കിൽ വാരഫലം പറയുമ്പോഴും നമുക്ക് സ്പഷ്ടമായിട്ട് പറയാം. ഇവിടെ നമുക്ക് പക്ഷേ അതായത് രാശിനാഥന്മാരുടെ ഒരു സ്വാധീനം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും മേടം രാശിജാതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനായ കുജൻ ഒരു നിസർഗ പാപൻ ആണ്. അതിനാൽ തന്നെ
ഈ രാശിനാഥൻ എവിടെയുണ്ട് എന്ന് ഒരു സ്ഥിതിയൊക്കെ മനസ്സിലാക്കി അവർ പരിഹാരങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രയോജനപ്പെടും. ഇപ്പോൾ ഈ 2024 തുടക്കം നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ കുജൻ നീചനായിട്ട് ദുർബലനായി നിൽക്കുകയാണ്. ശനി 11 നിന്നുകൊണ്ടും വ്യാഴം 2 നിന്നുകൊണ്ടും അനുകൂലമായ സമയമാണ്. അത് ശരിക്കും അത് പ്രയോജനപ്പെടുത്തേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടതായ നല്ല ഫലങ്ങൾ, വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും അനുഭവിക്കേണ്ടതായ നല്ല ഫലങ്ങൾ കിട്ടണമെങ്കിൽ ഇവരുടെ രാശിനാഥനായ കുജനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. കുജനെ ഒന്ന് ബലപ്പെടുത്തണം. അതായത് കുജനെ ബലപ്പെടുത്തുവാൻ അത് യുഗ്മരാശി സ്ഥിതി ആയതുകൊണ്ട് ദേവീ ക്ഷേത്രങ്ങളൊക്കെയാണ് സന്ദർശിച്ച് വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത്. ചൊവ്വാഴ്ച ദിവസം ദേവിയെ ഭജിക്കുന്നതും സഹസ്രനാമ ജപവും ഒക്കെ വളരെ ഉപകരിക്കും. അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ഒരു കുജൻ ഏകദേശം ജനുവരി കഴിഞ്ഞ് ഒരു ഫെബ്രുവരി മാസം വരെയും ഇങ്ങനെ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കുജനെ കൂടി നമ്മൾ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുള്ള അനുഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ ഈ കുജൻ ഒരു ഫെബ്രുവരി മാസം ഒരു വക്രഗതിയിൽ രാശി മുകളിലോട്ട് പോകുന്നു, അതായത് മിഥുനത്തിലോട്ട് പോകുന്നു. നീചത്തിൽ നിന്ന് മിഥുനത്തിലോട്ട് പോകുന്നു. അപ്പോഴൊക്കെ ദേവീഭജനം തന്നെയാണ് ആവശ്യം. അതായത് ഈ കുജന് ശത്രുവിൻ്റെ രാശിയാണ്, അത് മിഥുന രാശി. അതുകൊണ്ട് തന്നെ കുജനെ നമ്മളൊന്ന് പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് അതിന് മുമ്പുള്ള കാലം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവനവൻ്റെ രാശിനാഥനെ ഒന്ന് ബലപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മുടെ ജാതകത്തിലെ ദശ അപഹാരനാഥന്മാരെയും മനസ്സിലാക്കി അതിനും കൂടെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു ദശാകാലം ഈ ഒരു വർഷകാലം, ഏപ്രിൽ വരെയുള്ള ഈ വർഷകാലം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ്. പിന്നെയും നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ് നോക്കുമ്പോൾ വ്യാഴം അപ്പോഴും 2 അനുകൂലമായിട്ട് നിൽക്കുകയാണ് എന്ന് മെയ് 14 വരെയും. അപ്പോൾ ആ ഒരു കാലം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ശനി തുടക്കമാണ്. അശ്വതി നക്ഷത്രക്കാരെയൊക്കെ അപ്പോഴേ ശനിയുടെ ഒരു എഫക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവിപ്പിക്കാനായിട്ട് തുടങ്ങും. ഭരണിക്കാർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും, കാർത്തികക്കാർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരെയും എന്തെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലം തന്നെയാണ്. അവിടെയും പിന്നെയും ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ആ രാശിനാഥൻ വീണ്ടും നീചത്തിൽ വരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ദുർഗാദേവിയെ തന്നെയാണ് ഇവർ ഭജിക്കേണ്ടത്. ഇവരെപ്പോഴും ദുർഗാദേവിയെ ഭജിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം ഇവരുടെ രാശിനാഥനെ ഭജിക്കുന്നത് എപ്പോഴും ഉയർച്ച തന്നെ ഉണ്ടാക്കും എന്നുള്ളത് അറിയണം. പിന്നെ അതുപോലെ തന്നെ ദുർഗാദേവിയെ ചിന്തിക്കുന്നത് പോലെ തന്നെ കുജനെ കൊണ്ട്, ഓജരാശിസ്ഥനായ കുജനെ കൊണ്ട് സുബ്രഹ്മണ്യനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ ഭജനവും ഇവർക്ക് ഏറ്റവും നന്നായിരിക്കും. പളനി പോലുള്ള സുബ്രഹ്മണ്യ പ്രധാനമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ ഈ മേടൻ രാശി ജാതകർക്ക് അനുകൂലം തന്നെയാണ്. അവനവൻ്റെ ജാതകത്തിലെ കുജൻ്റെ സ്ഥിതിയും നിർബന്ധമായും മനസ്സിലാക്കേണ്ടതാണ്. അതും കൂടെ മനസ്സിലാക്കി വേണം ആരെയാണ് ഭജിക്കേണ്ടത്, ദുർഗയെയാണോ സുബ്രഹ്മണ്യനെയാണോ ഭജിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ. പിന്നെ ഇവർക്ക് ജൂലൈയിലാവുമ്പോൾ ഇവരുടെ രാശിനാഥൻ കുജൻ സുഹൃക്ഷേത്രമാണ്, എന്നാലും ചിങ്ങത്തിലെത്തുന്നെങ്കിലും ആ ചിങ്ങത്തിലല്ല ആ ഒരു കേതുവിൻ്റെ സ്ഥിതി ഒരു മെയ് ആകുമ്പോഴത്തേക്കും വരുന്നു. അതായത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ കേതുവിൻ്റെ കൂടെയാണ് നിങ്ങളുടെ രാശിനാഥൻ നിൽക്കുന്നത്. അതൊരു പക്ഷേ ഉദരസംബന്ധമായ ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ കേതുവിനെയും ഈ കുജനെയും ഒക്കെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ജൂൺ ജൂലൈ മാസത്തോടു കൂടിയുള്ള മാസങ്ങളിൽ. തുടർന്നും രാശിനാഥൻ്റെ സ്ഥിതി മനസ്സിലാക്കി രാശിനാഥനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ അവരവരുടെ ജീവിതത്തിൽ നടക്കുന്ന ദശ അപഹാര കാലങ്ങളെ മനസ്സിലാക്കി അവരെ പ്രീതിപ്പെടുത്തുകയും നേരത്തെ പറഞ്ഞതുമാതിരിയുള്ള പരിഹാരങ്ങളുമൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ദോഷഫലങ്ങളെല്ലാം അതിജീവിച്ച് ഏവർക്കും ഒരു ശുഭഫലം തന്നെ ഈ 2025 കൊണ്ടുവരും എന്ന് വിശ്വസിക്കാം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.